ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി ഞങ്ങൾ ബീച്ച് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അഴീക്കൽ ബീച്ചാണ്. ഞങ്ങൾ ഇതുവരെയും പോയിക്കൊണ്ടിരുന്നത് അഴീക്കൽ ബീച്ചിലേക്കായിരുന്നു. കഴിഞ്ഞ തവണ പോയപ്പോൾ അവിടെ ബീച്ചെന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. കടൽ കയറി സ്റ്റെപ്പ് വരെ എല്ലാം പൊട്ടി, നമുക്ക് എങ്ങും ഇരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു. പിന്നെ ഭയങ്കരമായ തിരക്കും, കാർ പാർക്കിങ്, ഒരുപാട് റോഡ് ബ്ലോക്ക്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് ചെന്നിട്ടായാലും നമുക്ക് ഒത്തിരി കഷ്ടപ്പാടാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അങ്ങനെ വേണ്ട, പുതിയൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ അഴീക്കലിന് നേരെ ഓപ്പോസിറ്റ്, അഴീക്കലിന് പോകുന്ന ഭാഗത്ത് നിന്ന് നേരെ ഓപ്പോസിറ്റ് തിരിയുന്ന റോഡ് മൂക്കുമ്പുഴ ക്ഷേത്രത്തിലേക്ക് തിരിയുന്നതിനടുത്ത് വെള്ളനാതുരുത്ത് എന്ന ഒരു തുരുത്തുണ്ട്. അവിടെ ഒരു ബീച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോയത്. അവിടെ നിന്നും വളരെ അടുത്താണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. അപ്പോൾ ഈ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജങ്കാർ കയറാതെ ഡയറക്റ്റ് അമ്പലത്തിലേക്ക് കയറാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആ ജങ്കാർ വന്ന് ഇറങ്ങുന്നതിനടുത്ത് തന്നെയാണ് നമ്മൾ ആ റോഡ് മാർഗം നമുക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിലും പോകാം, ബീച്ചിലും കുറച്ച് നേരം ഇരിക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുപാട് തിരക്കില്ലാന്നാണ് കരുതിയാണ് പോയത്. പക്ഷേ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതെ, ആ ദൂരെ കാണുന്നതാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. കുറേ കുട്ടികളും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും നല്ല തിരക്കില്ല, വളരെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു. സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പട്ടം പറത്തലും കുട്ടികളുടെ കളിയും, പാറപ്പുറത്തൊക്കെ കുട്ടികൾ പിന്നെ എന്തോ ഒരു സ്പോഞ്ച് പോണക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എറിഞ്ഞിട്ട് അത് തിരിച്ച് തിര കൊണ്ടുവരുമ്പം വീണ്ടും എറിഞ്ഞുള്ള കളികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടികൾ വീഡിയോ എടുപ്പും, അങ്ങനെ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ കുറേ പേര് തിട്ടയിലിരുന്നു, ഈ തിരകളൊക്കെ വരുന്ന കണ്ടുകൊണ്ടിരുന്നു. കുട്ടികളൊക്കെ വെള്ളത്തിലിറങ്ങി. ഇവിടെ പിന്നെ ധൈര്യമായിട്ട് വെള്ളത്തിലിറങ്ങാൻ കേട്ടോ, താഴെ മറിഞ്ഞു വീഴത്തൊന്നുമില്ല. നല്ല ഗ്രിപ്പ് മണ്ണിനുണ്ട്, നമ്മൾ ചവിട്ടി പിടിച്ചാൽ പോകത്തൊന്നുമില്ല. പക്ഷെ തന്നെയല്ല, തിരയ്ക്ക് വലിയ ശക്തി ഇല്ലാത്തത് കൊണ്ട് നല്ല സുഖമായിരുന്നു അവിടുത്തെ യാത്ര. ആ സൺസെറ്റിൻ്റെയൊക്കെ ഭംഗി കണ്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അഴീക്കലൊക്കെ പോകുന്നവരാണെങ്കിൽ വെള്ളനാതുരുത്തും കൂടി ഒന്ന് പോയി നോക്കണം. പിന്നെ ഇത് വീഡിയോ കാണുന്നവർ, ദൂരെ നിന്നൊക്കെ വരുന്നവർ അഴീക്കൽ മാത്രമേ ഉള്ളെന്ന് കരുതരുത്. ഈ വെള്ളനാതുരത്തിലൂടെ വന്ന് കണ്ട് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇങ്ങനെ ഇരുന്നത് കാരണം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനും പറ്റിയില്ല. എല്ലാവരും ഡ്രസ്സും ഒക്കെ നനഞ്ഞത് കാരണം കുട്ടികളെല്ലാം വെള്ളത്തിലായിരുന്നു. അത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഓക്കെ.